പത്തനംതിട്ട കൂടലിൽ ബിവറേജസ് ജീവനക്കാരൻ 81 ലക്ഷം രൂപ കവർന്നെന്ന് പരാതി. ചില്ലറ വിൽപ്പനശാല മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കൊല്ലം ശൂരനാട് ആനേടി സ്വദേശി അരവിന്ദിനെ പ്രതിയാക്കിയാണ് പോലീസ് കേസ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ചില്ലറ തുകയൊന്നുമല്ല, 81 ലക്ഷം രൂപയാണ്. ഇത് എത്ര നാളുകൊണ്ടാണ് ഇയാൾ തട്ടിയെടുത്തത്? അതുവരെയും പിടിക്കപ്പെട്ടില്ല എന്നാണോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു കണക്കെടുപ്പിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതായത് 81 ലക്ഷം രൂപ മദ്യം വിറ്റ വകയിൽ അടിച്ചു മാറ്റിയതായി കണ്ടെത്തിയത്. ഇത് എന്തായാലും അതിനുശേഷം അവിടെ ഈ പണം തിരിച്ച് അടപ്പിക്കാനുള്ള നീക്കങ്ങൾ അടക്കം നടന്നിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പരാതിയുമായി മാനേജർ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ എടുത്തു പറയേണ്ടത്, ഈ പ്രതി കുറച്ച് ദിവസങ്ങളായി ജോലിക്ക് വരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫോണിൽ പോലും വിളിച്ച് ലഭിക്കാതിരുന്നതോടുകൂടി ഈ പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മാനേജർ കൂടി ഇതിൽ പ്രതിയാകുമെന്ന് ഉറപ്പിച്ചതോടുകൂടിയാണ് ഒരു പരാതിയുമായി അധികൃതർ രംഗത്തെത്താൻ കാരണം. എന്തായാലും ഇയാളെ പ്രതിയാക്കി ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. 81 ലക്ഷം രൂപ എന്നൊരു പ്രാഥമിക കണക്ക് മാത്രമാണ്. ഇതിൽ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ മറ്റാർക്കെങ്കിലും, കേവലം ഈ ഒരു ജീവനക്കാരൻ ക്ലർക്ക് വിചാരിച്ചാൽ 81 ലക്ഷം രൂപ ഇങ്ങനെ ഒരു ബിവറേജസ് കോർപ്പറേഷനിലെ ഒരു ബിവറേജിലെ അടിച്ചു മാറ്റാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ സംശയം ഇനിയും ബാക്കിയാണ്. എന്തായാലും ഏതു വകയിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്, എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഒരു രീതി എന്നതിനെ കുറിച്ചൊക്കെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാൾ ഒളിവിലാണ്. ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസ് ഇതിനകം തന്നെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ശരി ശ്രീജിത്ത്, പത്തനംതിട്ട കൂടലിലെ ബിവറേജ് ഷോപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ 81 ലക്ഷം രൂപ നഷ്ടമായിരിക്കുന്നത്. ആനേടി സ്വദേശിയായ അരവിന്ദിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ? ഇതെങ്ങനെ ഈ പണം തട്ടിയെടുത്തു? ഇത്രയധികം തുക 81 ലക്ഷം ചില്ലറ കണക്കല്ല. അതെങ്ങനെ തട്ടിയെടുത്തു എന്ന കാര്യങ്ങളൊക്കെ ഇനിയും വെളിവാകാനുണ്ട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.